അടിയന്തര സാഹചര്യങ്ങളോ ദുരന്ത നിവാരണ ആവശ്യങ്ങൾക്കോ മാത്രം ഉപയോഗിക്കേണ്ട സർക്കാർ ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെന്നാണ് പ്രതിപക്ഷ പ്രചരണം. കഴിഞ്ഞ സർക്കാരിന്റെ ഹെലികോപ്റ്റർ യാത്രകളെ വിമർശിച്ചിരുന്ന വി.ഡി. സതീശന് മുഖ്യമന്ത്രിയായപ്പോൾ മറവി രോഗം ബാധിച്ചോ എന്നാണ് ചോദ്യം. തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് 2 തവണ ഹെലികോപ്റ്റർ പറഞ്ഞത്. ഈ യാത്രയിൽ ചിലവായ ഫണ്ട് എവിടെ നിന്നാണ് ഈടാക്കുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഈ ഹെലികോപ്റ്റർ വെറുതെ ഇവിടെ കിടക്കല്ലേ? കേരളത്തിൻ്റെ പണം വെറുതെ നശിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്ററിൽ ഞാനൊന്ന് പോയാൽ വെറുതെ അത്രയെങ്കിലും നാടിന് ഗുണമുണ്ടാവട്ടെ. ഞാനപ്പോൾ കാറിലാണ് സഞ്ചരിച്ചിരുന്നെങ്കിൽ ആ കാറിൽ അടിക്കാവുന്ന ഇന്ധനം ഇതുവഴി ലാഭിക്കാൻ കഴിഞ്ഞു. ഇതാകുമ്പോൾ പണം കൊടുത്തിട്ടുള്ളതാണല്ലോ എന്നതായിരിക്കും ബുധനാഴ്ച പറയാൻ പോകുന്ന കാര്യമെന്നുള്ളത്. അതിനിടെ വി.ടി. ബൽറാമിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് കുത്തിപ്പൊക്കിയാണ് മറ്റൊരു പ്രചരണം. ഇദ്ദേഹം വിജയനാണോ അതോ ജയനാണോ എന്ന കുറിപ്പോടുകൂടിയാണ് കഴിഞ്ഞ സർക്കാരിന്റെ ഹെലികോപ്റ്റർ യാത്രയെ വിമർശിച്ച് ബൽറാം പോസ്റ്റിട്ടത്. വിമർശന ശരങ്ങളേറ്റപ്പോൾ ബൽറാം പ്രതികരിച്ചു. അത് സർക്കാരിനെതിരെയുള്ള ഒളിയമ്പായിരുന്നു. വിമർശനങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കണമെന്ന് ഫേസ്ബുക്കിൽ എഴുതിയ ബൽറാം ഹെലികോപ്റ്റർ വിഷയത്തിൽ സർക്കാർ പ്രതിസന്ധിയിലാണെന്നുകൂടി പറയാതെ പറയുന്നുണ്ട്. എന്നാൽ കെ മുരളീധരൻ കാലം മാറിയെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരാവശ്യം വന്നാലല്ലേ ഹെലികോപ്റ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കാറിൽ പോയാൽ പോരെ. കാറും ട്രെയിനും എത്താൻ വൈകുന്നിടത്താണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുക. പിണറായി വിജയൻ ഹെലികോപ്റ്റർ കയറിയ ഞങ്ങൾ ആരും പരാതി പറഞ്ഞു. അതിനിടെ ഇന്നലെ യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിൽ മുഖ്യമന്ത്രി ഉച്ചഭക്ഷണത്തിനെത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ അതും വിവാദമായി. നാട് ഭീതിയിൽ കഴിയുമ്പോൾ സൽക്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയ സതീശന്റെ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്നാണ് വിമർശനം. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രി ലീഗ് നേതാവിന്റെ വീട്ടിൽ ചിക്കനുമായിട്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? 2 വിഷയങ്ങളിലും മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സ്വാഭാവികമായും ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാകും പ്രതികരണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.